ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നുള്ളത് കൊച്ചിയിലാണ് കേട്ടോ. കൊച്ചി മെട്രോയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് മുകളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി മെട്രോ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ കുറേ കാലമായി മെട്രോയിൽ കയറിയിട്ട്, അപ്പോൾ അങ്ങനെ കയറിയതാണ്. അപ്പോൾ എൻ്റെ കൂടെ സിസ്റ്റർ ഉണ്ട് കേട്ടോ. നമ്മൾ എറണാകുളം ടൗണിൽ നിന്ന് എടപ്പള്ളി വരെയാണ് പോകുന്നത്. എറണാകുളം സിറ്റിയിൽ നിന്ന് നമുക്ക് എടപ്പള്ളി വരെ വരുന്ന ചാർജ് 30 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. അങ്ങനെ നമ്മൾ രണ്ടുപേരും കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതിലൂടെയുള്ള യാത്ര. ഇവിടെ 7 മിനിറ്റ് കൂടുമ്പോൾ മെട്രോ വന്നുകൊണ്ടിരിക്കും കേട്ടോ. കൊച്ചി നഗരവും കണ്ടുകൊണ്ടുള്ള ഈ ഒരു യാത്ര അടിപൊളിയാണ് കേട്ടോ. കൊച്ചിയിൽ വന്നിട്ട് നമുക്ക് ഒരുപാട് പ്ലാനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പതുക്കെ വ്ളോഗിലൂടെ കാണിക്കുന്നതായിരിക്കും. ഏകദേശം കൊച്ചി ടൗണിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരെ ഇവിടുന്ന് മെട്രോയ്ക്ക് പോകുമ്പോൾ ടൈം എടുക്കുള്ളൂ കേട്ടോ. ഇതിൻ്റെ മുന്നേ ഞാനൊരു എടപ്പള്ളി വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ചർച്ചിൻ്റെ. പക്ഷെ നമ്മൾ ഇന്ന് ചർച്ചിലേക്കല്ല കേട്ടോ പോകുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും മെട്രോയിലൊക്കെ കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ കയറാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾ കൊച്ചിയിൽ വരുമ്പോൾ എന്തായാലും മെട്രോയിലൊക്കെ കയറുക, എൻജോയ് ചെയ്യുക. അതുപോലെ ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾ കാണണം ഗൈസ്. ഇവിടെ മഴ കുറവാണ് കേട്ടോ. ഇത് മഴ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എടുത്തൊരു വ്ളോഗാണ്. എനിക്ക് അടുത്ത വ്ളോഗൊക്കെ കൊച്ചിയിലുള്ള കുറച്ച് വ്ളോഗായിരിക്കും വരുന്നത് കേട്ടോ. ഞാൻ അധികവും എൻ്റെ വില്ലേജിലുള്ള വീഡിയോസൊക്കെ ആയിരിക്കും കൂടുതൽ ഇട്ടിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ട്രാവൽ വ്ളോഗ്സൊക്കെ ഇടുന്നുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കമൻസുകളും ലൈക്കുകളും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തന്നെയാണുള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കൊച്ചി മെട്രോനെ കുറിച്ച് പറയുകയാണെങ്കിൽ 26 കിലോമീറ്റർ നീളത്തിൽ തൃപ്പൂണിത്തറ മുതൽ ആലുവ വരെയാണ് കൊച്ചി മെട്രോയുടെ പാത ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് കണക്ട് ചെയ്യും. തൂണുകളിൽ ഉയർത്തിയ യു ആകൃതിയിലുള്ള ഗർഡറുകളും അവയിൽ മെട്രോയുടെ പാളങ്ങളും സ്ഥാപിക്കുന്നു. 3 കോച്ചുകളുള്ള റോളിംഗ് സ്റ്റോക്ക് എന്ന സാങ്കേതിക നാമമുള്ള തീവണ്ടിക്ക് 600 പേരെ വഹിക്കാൻ കഴിയും. ശരാശരി വേഗം മണിക്കൂറിൽ 40 കിലോമീറ്ററാണ്. നമ്മളിനി നേരെ പോകുന്നത് ലുലുവിലേക്കാണ് കേട്ടോ. മെട്രോന്ന് നേരിട്ട് കണക്ഷൻ ലുലുവിലേക്ക് ഉണ്ടല്ലോ. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് കുറച്ച് പർച്ചേസ് ഉണ്ട്. അതുപോലെ കുറച്ച് വ്ളോഗൊക്കെ ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് കൊച്ചിയിൽ സ്റ്റേ ആണ്. മിക്കവാറും മറൈൻ ഡ്രൈവ്, അതുപോലെ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി അതൊക്കെ കവർ ചെയ്യണമെന്നുണ്ട്. കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പോകാൻ ഇഷ്ടമുള്ള സ്ഥലമാണ് നമ്മുടെ ജൂതത്തെരുവ്. അവിടുത്തെ പ്രത്യേകം നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. വേറൊരു വൈബാണ്. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ എടപ്പള്ളി എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ എല്ലാ വീഡിയോസും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം ഗൈസ്. അപ്പോൾ ബൈ.